മക്കളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്റെ ആൻസർ ഷീറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ? അപ്പൊ കുറെ അധികം കുട്ടികൾ മെസ്സേജ് അയച്ച് അവർക്ക് പറ്റിയ കുറെ അബദ്ധങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ, പിന്നെ വരുന്ന ഡയറക്ടിങ്, കൺട്രോളിങ് ആൻഡ് ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാഫിംഗും ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പം ഈ കൂടെ തന്നെ ഓണം എക്സാമിന്റെ പോർഷൻസ് കൂടെയാണ്. അപ്പൊ ഇത്രയധികം ചാപ്റ്റേഴ്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊരു കാര്യമാണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതിൽ ഒരു 75% ഓഫ് ദ പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് എക്സാമിന് വരുന്നത്. അപ്പൊ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാം കാണും. അപ്പം ഓണം എക്സാമിന്റെ ഒരു ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ചില കുട്ടികൾ മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതില്ല ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അതിന്റെ ആൻസേഴ്സ് എങ്ങനെ, ഏതാണ് ആൻസർ എന്ന് കൺഫ്യൂഷൻ. അപ്പൊ അതൊരുപക്ഷെ നിങ്ങൾ പഠിക്കാത്തതിന്റെ അല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അവിടെ വരുന്നത്. ഇപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ് എഴുതും എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലായിരിക്കും അവിടെ വരുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ വന്നാലും അത് ഇതാണ്, എന്താണ് അതിന്റെ ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ ഇരുന്ന് വായിച്ച് പഠിക്കാതെ മാക്സിമം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അങ്ങനത്തെ എക്സാംസ് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം കുറച്ച് കുട്ടികൾ പറഞ്ഞ കാര്യമാണ്, അവർക്ക് എന്ത് ചെയ്യില്ല, എക്സാമിന് പോയിന്റ്സ് എല്ലാം കൂടെ ഓർത്തിരിക്കാനായിട്ട് സാധിച്ചില്ല. ഡെഫിനറ്റ്ലി അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറെ പഠിച്ചതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ട് എന്ത് എഴുതണം എന്നൊരു ഐഡിയ ഇല്ലാതായിരിക്കും. അപ്പം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ടോപ്പിക് എടുത്ത് ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കുന്ന സമയത്ത് ചാപ്റ്ററിന്റെ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് നെക്സ്റ്റ് ക്രിസ്മസ് എക്സാമിന് വരുന്നതിൽ സ്റ്റാഫിംഗും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ 2 ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഡെഫിനറ്റ്ലി എസ്എ ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു ചാപ്റ്റർ ഇതാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് എസ്എ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഏതൊക്കെ വരാം, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാൽ ഞാൻ അത് എങ്ങനെ എഴുതാം. അപ്പൊ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മറ്റു ചാപ്റ്റേഴ്സ് ഉണ്ട്, ഡയറക്ടിങ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കൂടുതലായിട്ടും വരുന്ന ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു 4 മാർക്കിന് എഴുതാൻ പറ്റും. അപ്പൊ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് 4 പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതി ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കണം. അപ്പം ആ മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ എഴുതാം എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ ചാപ്റ്റർ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് സ്റ്റാഫിങ്ങിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് പഠിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് പഠിക്കുന്ന സമയത്ത് അത് എത്ര മാർക്കിനാണ് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു 10 പോയിന്റ് പഠിക്കാനായിട്ടുണ്ടാകും. അപ്പോൾ ഒരു 4 മാർക്ക് 5 മാർക്ക് ആയിട്ടാണ് സ്ഥിരം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഒരു 4 പോയിന്റ്സ് ആണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പം ആ രീതിയിലോട്ട് നിങ്ങളുടെ പഠനം ഒന്ന് മാറ്റും. അപ്പൊ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് വായിച്ച് പഠിക്കുന്നില്ല, എക്സാം ഓറിയന്റഡ് ആയിട്ട് എത്ര മാർക്കിനാണ് ഓരോ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ പഠിക്കാനായിട്ട്. പിന്നെ മറ്റ് ഒരു പ്രശ്നം കുട്ടികൾ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് പലപ്പോഴും എക്സാമിന് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എഴുതി തീർക്കാൻ പറ്റാത്തത്, നമ്മൾ മാർക്ക് നോക്കാണ്ട് വെറുതെ എന്തൊക്കെയോ വലിച്ചു വാരി എഴുതുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ബിസിനസ് സ്റ്റഡീസിലൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫ്ലോ ചാർട്ടുകൾ വരച്ചിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ പല തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളോട് സ്റ്റെപ്സ് ആകാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ആകാം, അങ്ങനെ അല്ലെങ്കിൽ ഈവൻ ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് അത് ടേബിൾ ആക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ചോദിക്കുന്ന സമയത്ത് അത് ഫ്ലോ ചാർട്ട് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ആൻസറിൽ എത്ര പോയിന്റ്സ് അറിയാവുന്ന ഒരു ഇംപ്രഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ട് നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷനോട് പോകുന്ന സമയത്ത് ഇൻ കേസ് ടൈം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഷോർട്ട് ആക്കാം. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ്സ് ആ ഫ്ലോ ചാർട്ടിൽ അവിടെ കാണും. അപ്പോൾ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഫ്ലോ ചാർട്ട് ആക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് അതനുസരിച്ചുള്ള ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതനുസരിച്ചുള്ള ഫ്ലോ ചാർട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പഠിത്തം ഒന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ നല്ല സ്കോർ ക്രിസ്മസ് എക്സാമിന് വാങ്ങും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ക്രിസ്മസ് എക്സാം നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. 75% ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 75% പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പഠന രീതികളിൽ ഈ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് കുറച്ചുകൂടെ ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്രിസ്മസ് എക്സാം സെറ്റ് ആകാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.